VR ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഗുരുവായൂര് രണ്ടാം ഉത്സവമാണ് കേട്ടോ. അപ്പൊ അതിനോടനുബന്ധിച്ച് തന്നെ സ്റ്റേജ് പ്രോഗ്രാമുകളുണ്ട്. ഇന്നത്തെ സ്റ്റേജ് പ്രോഗ്രാമില് ഡോക്ടർ RLV രാമകൃഷ്ണൻ സാർ, അതായത് കലാമണി ചേട്ടന്റെ അനിയൻ, സ്വന്തം അനിയനാണ് ഇന്ന് നൃത്തശില്പം എന്ന കഥാരൂപമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്.
കലാകാരൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് കാലം ഈ വേദിയിൽ ഒരു കുഞ്ഞു നർത്തകനായി വഴിപാടുകളായി നൃത്തം ചെയ്തിരുന്നു ഭഗവാന് മുമ്പിൽ. ഇന്ന് ഈ കാലഘട്ടത്തിൽ കേരള കലാമണ്ഡലത്തിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായതിനു ശേഷം ഇന്നിവിടെ ഒരു ഉത്സവ പരിപാടിക്ക് അവസരം തന്ന ക്ഷേത്ര ഭാരവാഹികളോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു. ശ്രീ കലാമണ്ഡലം വൈശാഖ്, മോഹിനിയാട്ടം എൻ്റെ പ്രിയ ശിഷ്യ RLV ഗായത്രി, കലാമണ്ഡലം സൂര്യനന്ദന, RLV അനുഷ, ഞങ്ങൾക്ക് സമയം നൽകിയത് ശ്രീ വിജീഷ് തിരിഞ്ഞാലക്കുട, സാങ്കേതിക സഹായം ശ്രീ അനിരുദ്ധ്, ഞങ്ങൾക്ക് നല്ല രീതിയിൽ ശബ്ദവും വെളിച്ചവും തന്ന് ഞങ്ങളെ സഹായിച്ച ലൈറ്റ് ആൻഡ് സൗണ്ടിനോടും ഒപ്പം ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രോത്സാഹനം തന്ന നിങ്ങൾക്ക് ഓരോരുത്തരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഇനിയും നിങ്ങൾ കലാഭവൻ മണിച്ചേട്ടനെ എങ്ങനെയാണോ സ്നേഹിച്ചത് ആ പ്രോത്സാഹനം അദ്ദേഹത്തിൻ്റെ കൊച്ചനുജനായ എനിക്കും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഇപ്പോൾ ഈ കൃഷ്ണവേഷം കെട്ടിയിരിക്കുന്ന നമ്മുടെ കലാമണ്ഡലത്തിലുള്ള വൈശാഖ് മാഷാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ കലാമണ്ഡലത്തിലൊരു വിശാഖ് മാഷുണ്ട്. അദ്ദേഹത്തിൻ്റെ കീഴിൽ മോൻ കുറച്ചു കാലം കഥകളി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ കിട്ടുന്ന നല്ല പരിചയമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ് വന്നിരിക്കുന്നത് ഈ ചേച്ചി. അവർ ഡോക്ടർ ഗിരിജ രാജേന്ദ്രനാണ് അവർ. അപ്പോൾ അവരും അതുപോലെ തന്നെ ഫെലോഷിപ്പ് വഴി ഈ കഥകളി പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ആയിട്ട് നല്ല അടുപ്പാണ് നമ്മൾ. അപ്പം നമ്മുടെ ഗുരുവായൂരൊക്കെ എന്തെങ്കിലും പ്രോഗ്രാമുകൾ വരുമ്പോൾ ഈ കഥകളി വരുമ്പോഴൊക്കെ നമ്മളെന്നെ വിളിച്ചറിയിക്കും ഇവർ. അപ്പോൾ നമ്മളവിടെ ചെല്ലും. അതുപോലെ തന്നെ എല്ലാ മറ്റെന്താ പറയുക സൗഹൃദങ്ങളുമായിട്ടുണ്ട് അവരിനായിട്ട്. എന്തായാലും അടിപൊളിയാണ്, രസമായിരുന്നു. അപ്പോൾ ഈ ഫെലോഷിപ്പ് വഴി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ ആ അയച്ചു കൊടുത്ത വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെന്നാണ് വൈശാഖ് മാഷ് പറയണത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമായിരുന്നു അവിടെ ഞങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ ഡോക്ടർ ഈ കഥകളി മാത്രമല്ല കേട്ടോ, ഡാൻസും പഠിച്ചിട്ടുണ്ട്. അത് നമ്മുടെ രാമകൃഷ്ണ സാറിൻ്റെ അടുത്ത് നിന്നാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നിരഞ്ജൻ കഥകളി പഠിച്ച കാര്യങ്ങളൊക്കെ രാമകൃഷ്ണ സാറിനോട് പറയാണ് അവർ. അപ്പോൾ അദ്ദേഹത്തെ അടുത്ത് കാണാനും നേരിട്ട് സംസാരിക്കാനൊക്കെ പറ്റിയൊരു അവസരം കിട്ടി. അതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ്.
അപ്പൊ ഡോക്ടർ RLV രാമകൃഷ്ണൻ സാറിന്റെ പരിപാടി പ്രോഗ്രാം മൊത്തം കണ്ടു. അതിമനോഹരമായിരുന്നു. അതുപോലെ കഥകളി വൈശാഖമാഷിന്റെ അതുപോലെ അടിപൊളിയായിരുന്നു. നമുക്ക് മുന്നേ അറിയുന്ന ആളുകൂടിയാണ്. പിന്നെ ഞാൻ മുന്നേ കഥകളി പഠിച്ചിട്ടുണ്ടായിരുന്നു വൈശാഖ മാഷിനോട്. ഫെലോഷിപ്പ് കുതിരയിൽ വന്നപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ട്. അപ്പൊ ഞങ്ങൾ ഈ വൈശാഖ മാഷിനോട് പറഞ്ഞു ഞങ്ങൾ വൈശാഖ മാഷിന്റെ അടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ കാര്യങ്ങൾ. അപ്പൊ ആൾക്ക് അതേ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആൾക്കും ആ വൈശാഖ മാഷിനെ അറിയാന്ന് പറഞ്ഞു, വൈശാഖ മാഷിനൊക്കെ. അപ്പൊ നല്ലൊരു സന്തോഷകരമായിട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വൈശാഖ മാഷിനെ കണ്ടപ്പോൾ ഉണ്ടായിരുന്നു. അതെ, രാമകൃഷ്ണൻ സാറിന്റെ കൂടെ ഞങ്ങൾ കുറച്ചു നേരം നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി, അദ്ദേഹത്തോട് സംസാരിക്കാൻ പറ്റി കുറെ നേരം. അതുപോലെ തന്നെ പ്രോഗ്രാം നല്ല പ്രോഗ്രാം ആയിരുന്നു, നല്ല നല്ല മറ്റേ രസമായിരുന്നു കാണാൻ. അതുപോലെ തന്നെ നമ്മുടെ ഈ കൃഷ്ണവേഷം കിട്ടിയിട്ടുള്ളതാണ് വൈശാഖ് മാഷ്. അദ്ദേഹം സൂപ്പറായിരുന്നു കൃഷ്ണവേഷം കാണാൻ. പിന്നെ അതിൽ കൂടെ അവരുടെ കൂടെ പ്രോഗ്രാമിലുള്ള എല്ലാവരും അത് കേട്ടോ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. നല്ല നല്ല മറ്റേ രസമായിരുന്നു കാണാൻ, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു അല്ലേ? അതെ. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.